സ്ഥാനാർത്ഥി കൂടി വന്നാൽ വിജയം കൈപ്പിടിയിലാക്കാമെന്ന ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് എം സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള ആവശ്യം പ്രധാനമായും പാർട്ടി നേതൃത്വം മുന്നോട്ട് വെച്ചത്. ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എം സ്വരാജ് നിലമ്പൂരിൽ ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തീരുമാനമാകുന്നതിന്റെ ആവേശം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ ടൗണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആവേശോജ്വലമായ പ്രകടനം ഇപ്പോൾ നിലമ്പൂർ ടൗണിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളല്ല എം സ്വരാജ്, നിലമ്പൂരിനെ അറിയാത്ത ആളല്ല എം സ്വരാജ്. അതുകൊണ്ട് തന്നെ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ വലിയ മുന്നോട്ട് മികച്ച വിജയം, വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം ഉറപ്പിക്കാൻ കഴിയും എന്നത് തന്നെയാണ് LDF-ന്റെ ആത്മവിശ്വാസം പറയുന്നത്. സ്വാഭാവികമായും അൻവർ വിഷയം ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ LDF-ലെ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കയും സംശയങ്ങളും ആ വിഷയങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ടില്ല. അതൊക്കെ LDF-ന് അനുകൂലമാകും വിധം നിലനിൽക്കുന്നത് തന്നെയാണ് LDF-ന്റെ വിശ്വാസം. ആദ്യഘട്ടത്തിൽ VS ജോയി